നമസ്കാരം, മാറാലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും റെഗുലറായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ കീബോർഡിലെ ചില കീസ് വർക്ക് ചെയ്യാതിരിക്കുന്നത്. നമ്മൾ റെഗുലറായി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കീ വർക്ക് ചെയ്യാതെയായിട്ട് നമുക്ക് ആ കീബോർഡ് തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇല്ലേ? എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ വാങ്ങിയ സമയത്ത് അതിൻ്റെ കീബോർഡ് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ചില കീ വർക്ക് ചെയ്യാതെയായിട്ട് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് പുതിയ കീബോർഡാണ് ഞാൻ വാങ്ങേണ്ടി വന്നത്. ഇപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ കീബോർഡാണെങ്കിൽ നമുക്ക് കീബോർഡെല്ലാം കീബോർഡിൻ്റെ കീസ് എല്ലാം മാറ്റി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഈ സോഫ്റ്റ് കീബോർഡ്സിലൊന്നും അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കീബോർഡിലെ ചില കീസ് എല്ലാം വർക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് പവർ ടോയ്സ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ, അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതായി മുകളിൽ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് പവർ ടോയ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഗിറ്റ്ഹബ് പേജിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ ഗിറ്റ്ഹബ് പേജ് എന്താണെന്ന് വെച്ചാൽ, മൈക്രോസോഫ്റ്റ് അവരുടെ കോഡിംഗ് പ്രൊജക്ട്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് വെക്കുന്ന ഒരു സൈറ്റാണ് ഗിറ്റ്ഹബ് പേജ്. ഈ പേജിലാണ് അവരുടെ റിലീസ് ചെയ്യാത്ത സോഫ്റ്റ്വെയറുകളെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് നമുക്കതിൻ്റെ സോഴ്സ് കോഡെല്ലാം, ഓരോ പ്രോഗ്രാംസിൻ്റെ സോഴ്സ് കോഡെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഓരോ സോഫ്റ്റ്വെയർ എല്ലാം ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്തിട്ട് അതിനുള്ള ബഗ്സ് എല്ലാം നമുക്ക് അവർക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് വെക്കുന്ന, മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് വെക്കുന്ന ഒരു സൈറ്റാണ് ഗിറ്റ്ഹബ് പേജ്. ആ പേജിൽ നിന്നാണ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ സമയത്തും നമുക്ക് ഓരോ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ വരും. അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതായി കാണാൻ പറ്റും. ഇതാണ് മൈക്രോസോഫ്റ്റ് പവർ ടോയ്സ്. എൻ്റെ കയ്യിലുള്ള വേർഷൻ നിങ്ങൾക്ക് കാണാം. വേർഷൻ 0.29.3 ആണ്. അതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. ഇതാണ് മൈക്രോസോഫ്റ്റ് പവർ ടോയ്സിൻ്റെ ഒരു വ്യൂ. ഇതിൽ നമുക്ക് അതിൻ്റെ ജനറൽ ടാബിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൽ നമുക്ക് ഇതിൻ്റെ തീമെല്ലാം മാറ്റാം, ലൈറ്റ് ആക്കാം, വിൻഡോസ് ഡീഫോൾട്ട് ആക്കാം, ഏത് വേണമെങ്കിലും നമുക്കാക്കാം. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ റൺ അറ്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കീബോർഡിൻ്റെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓരോ തവണയും സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഇതാണ് ഇതിലുള്ള കുറച്ച് ഓപ്ഷൻസ്. ഇത് കളർ പിക്കർ, ഫാൻസി സോൺസ്, ഫയൽ എക്സ്പ്ലോറർ, ഇമേജ് റീസൈസർ, അങ്ങനെ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു മുന്നേ ഒരു സെഷൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും കാണുക. അപ്പോൾ കീബോർഡ് മാനേജറാണ് നമുക്ക് ഈ കീബോർഡിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂട്ടിലിറ്റി. അപ്പം ഞാനത് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാൻ പറ്റും. റീമാപ്പ് എ കീയും റീമാപ്പ് എ ഷോർട്ട് കട്ടും. ഇതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ എനേബിൾ കീബോർഡ് മാനേജർ എന്നുള്ള ഓപ്ഷൻ എനേബിൾഡ് ആണ്, ഓണാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഈ റീമാപ്പ് എ കീ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ റീമാപ്പ് എ കീസിൽ ഇവിടെ പുതിയ ഒരു കീ റീമാപ്പ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിലെന്താണെന്ന് വെച്ചാൽ, ഏത് കീയുടെ ഫങ്ഷനാണ് ഏത് കീയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പോൾ എ എന്നുള്ള കീയാണ് എനിക്ക് വേണ്ടെങ്കിൽ ഞാനിതാ എ എന്നുള്ള കീ ഇവിടെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് അത് ഏത് കീ ആയിട്ടാണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തൽക്കാലം അതാ ബി എന്നുള്ളത് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എൻ്റെ എ എന്നുള്ള കീ ബി ആയിട്ട് ഞാൻ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഓക്കെ അടിക്കുകയാണ്. കണ്ടിന്യൂ ആയി. അതായത് ഇപ്പം നിങ്ങൾക്കൊരു ഇത് കിട്ടും, ദ ഫോളോയിങ് കീസ് ആർ അൺഅസൈൻഡ് ആൻഡ് വോണ്ട് ബി ഏബിൾ ടു യൂസ് ദം. അതായത് എ എന്ന കീ ബി ആയിട്ട് മാപ്പായി കഴിഞ്ഞു. സപ്പോസ് എൻ്റെ ബി എന്നുള്ള കീ ആണ് എനിക്ക് വർക്ക് ആവാത്തത്. അപ്പോൾ അതിന് ഞാൻ എ ആയിട്ടാണ് മാറ്റുന്നതെങ്കിൽ ഇനി എ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബി മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അതായത് എ എന്നുള്ള ലെറ്റർ എനിക്കിപ്പോൾ ഡിസേബിൾഡ് ആണ്. അപ്പോൾ ഞാൻ ഏതായാലും കണ്ടിന്യൂ എനിവേ കൊടുക്കുകയാണ്. ഇതാ ഇവിടെ അപ്പോൾ ഇത് വന്നു.
ഞാനിനി ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ ഇവിടെ എ ടൈപ്പ് ചെയ്യുകയാണേ. കണ്ടോ, എ ടൈപ്പ് ചെയ്യുമ്പോൾ ബി ആണ് വരുന്നത്. ഞാനിവിടെ ബി ടൈപ്പ് ചെയ്യാണ്. ബി ടൈപ്പ് ചെയ്യുമ്പോൾ ബി തന്നെയാണ് വരുന്നത്. അതായത് അതിനൊരു മാറ്റവും ഇല്ല. എ എന്നുള്ള കീയുടെ ഫംഗ്ഷൻ ബി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചതന്നേ ഉള്ളൂ. നിങ്ങൾ എക്ക് പകരം നിങ്ങൾക്ക് ഏത് കീ ആണോ വർക്ക് ചെയ്യാത്തത്, അതിന് നമ്മൾ കീബോർഡിൽ ഒരുപാട് കീസ് ഉണ്ട്, നമുക്കറിയാം ഒരുപാട് കീസ് ഉണ്ട്. അതിൽ പല കീസും നമ്മൾ യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഒട്ടും യൂസ് ചെയ്യാത്ത ഏതെങ്കിലും കീസൊക്കെ ഇങ്ങനത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ 1-2 കീസ് മാത്രം കംപ്ലൈൻ്റ് ആയതിൻ്റെ പേരിൽ കീബോർഡ് ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ നമ്മൾക്ക് വരില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു യൂട്ടിലിറ്റി കൂടെ ഈ കീബോർഡ് മാനേജറിൽ നമുക്ക് കാണാവുന്നതാണ്. അതാണ് റീമാപ്പ് എ ഷോർട്ട് കട്ട്. ഈ റീമാപ്പ് എ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ടിനെ മാറ്റി റീമാപ്പ് ചെയ്യാവുന്നതാണ്. അതായത് സപ്പോസ് നമ്മൾ ഒരുപാട് ഷോർട്ട് കട്ട്, ചില സോഫ്റ്റ്വെയറിലൊക്കെ പല പല ഷോർട്ടുകൾ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരുപാട് കൺട്രോൾ ആയിട്ട് ഡിലീറ്റ് പോലെ 2-3-4 കീസൊക്കെ യൂസ് ചെയ്യുന്ന 3 കീ ഒക്കെ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഷോർട്ട് കട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടേതായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ Ctrl+C എന്നുള്ള, അതായത് കോപ്പിയുടെ കമാൻഡ് എടുത്തിട്ട് ഞാനിവിടെ എക്ക് നമ്മൾ നേരത്തെ മാപ്പ് ചെയ്തതുകൊണ്ടാണ് വന്നത്. ഇതൊക്കെ ഞാൻ Z. ഓക്കെ, ഇവിടെ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലേക്ക് മാറ്റി ചെയ്യാവുന്നതുമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം അതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ കൊടുത്തു. ഓൾ ആപ്സിലെ അപ്പം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ കൊടുത്തില്ലെങ്കിൽ അത് എല്ലാ ആപ്പിലേക്കുമായിട്ട് മാപ്പ് ആയിക്കോളും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ കോപ്പി എന്നുള്ളതിന് വെറും ഒരു Z എന്നുള്ള കമാൻഡ് വെച്ചിട്ട് എനിക്ക് കോപ്പി എന്നുള്ള ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ റീമാപ്പ് എ ഷോർട്ട് കട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കീബോർഡിലെ ചില കീസെല്ലാം വർക്ക് ചെയ്യാതെ ആവുകയാണെങ്കിൽ നമുക്ക് ആ കീബോർഡ് ഉപേക്ഷിക്കാതെ തന്നെ അത് യൂസ് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് 1-2 കീ മാത്രം പ്രശ്നമുണ്ടെങ്കിൽ ആ കീബോർഡിന് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട്, നമ്മൾ ഒരിക്കലും റെഗുലറായി യൂസ് ചെയ്യാത്ത ഒരുപാട് കീസ് നമ്മുടെ കീബോർഡിലുണ്ട്. അപ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു കീ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ആ കീനെ മാപ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് മറ്റൊരു യൂസ് കൂടെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം പറ്റിക്കാനോ അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു കീ മാറ്റി വെച്ച് അവരെ പറ്റിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള കുഞ്ഞു നുറുങ്ങുകൾ ടിപ്പുകൾക്കായി എൻ്റെ ചാനൽ MaaRaaLa നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി സ്റ്റേ ട്യൂൺഡ്.